കവിതകൾക്കൊരു കഴിവുണ്ട്. കവിതകളുടെ ആത്മാവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഔഷധമൂല്യം കണ്ടെത്താനാവും എന്ന് അനുഭവിച്ച ആളാണ് ഞാൻ. പൊതുവെ എന്തെങ്കിലും മാനസികമായിട്ട് സ്ട്രെസ് വരുമ്പോൾ അത് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമുള്ള കവിതകൾ പാടാറിഞ്ഞിട്ടല്ല, ബാത്റൂമിൽ പാടാറോ, അപ്പോൾ കവിതകൾ ചൊല്ലാറുണ്ട്. അത് എനിക്ക് ആശ്വാസം നൽകാറുമുണ്ട്. അതുവഴിയാണ് ഔഷധമൂല്യമുണ്ടെന്ന് കണ്ടെത്താനായതെന്ന് പറയണം. അപ്പോൾ അതിൽ പുതിയ കവിതകളല്ല കേട്ടോ. ഗദ്യ കവിതകൾക്ക് എത്രത്തോളം ഔഷധമൂല്യമുണ്ടെന്ന് എനിക്ക് പറയാൻ ആവില്ല. പഴയ കവിതകൾ, പ്രത്യേകിച്ച് നമ്മുടെ വാണി സാറിൻ്റെയും മധുസൂദൻ നായരുടെയും സാറിൻ്റെയൊക്കെ ചൊല്ലിയ നമ്മൾ കേട്ടുള്ള ഒട്ടേറെ കവിതകൾ, ഗംഗ, അതുപോലുള്ള ഗാന്ധി, ഇത്തരം കവിതകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ എത്ര കേട്ടാലാണ് മതിയാവുക. അതിലൂടെ അത്തരം ഒരു സംഭവം ഉണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ട്രൈ ചെയ്ത് നോക്കൂ. ഇവിടെ ഇപ്പോൾ ചൊല്ലാൻ പോകുന്ന കവിത എൻ്റെ സ്വന്തം കവിതയാണ്. കവിതയുടെ പേര് എൻ്റെ പാഠപുസ്തകം. നമ്മളൊരുപാട് പാഠപുസ്തകങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ പാഠപുസ്തകമായിട്ട് ഏത് പാഠപുസ്തകമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ളൊരു ശ്രമമാണ്. ഇത് സത്യത്തിലൊരു കോൺവെർസേഷനാണ്, ഒരു സംഭാഷണമാണ്. ഒരു അമ്മയും അച്ഛനും മകനും തമ്മിലുള്ള സംഭാഷണമാണ്. ഇതൊരു ആത്മാംശം അടങ്ങിയിട്ടുണ്ട്. ആരാണ് മകൻ, ആരാണ് അമ്മ, ആരാണ് അച്ഛൻ എന്ന് നീ പറയേണ്ട കാര്യമില്ലല്ലോ. കുറേ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഏറെ പ്രതികൂലമായിട്ടുള്ള സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായിട്ടെല്ലാം വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലൂടെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. വർഷങ്ങൾക്ക് ശേഷം അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങളെല്ലാം വന്നിട്ട് ആ അമ്മയും അച്ഛനും തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുകയാണ് പല കാര്യങ്ങൾ. അതൊരു മകൻ്റെ വീക്ഷണത്തിലൂടെ കാണുകയാണ്. അമ്മ പറയുന്നു, അച്ഛൻ പറയുന്നു, അമ്മയും അച്ഛനും ചേർന്ന് പറയുന്നു. ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു മറുപുറം പറയാതെ പോകാനാവുമോ? ഇതൊരു മകൻ്റെ കടമയായിട്ട് എടുത്ത് ഒരു മറുപുറം കൂടിയാണ്. നോക്കാം. ഞാനൊരു പാട്ടുകാരനല്ല, ആ ബോധം തിരിച്ചറിവ് എനിക്കുണ്ട്. ഇതൊരു ഗദ്യ കവിതയുമാണ്, എങ്കിലും ഞാൻ പാടും. മകനേ, നീ പൊറുക്കുക, മകനേ നീ പൊറുക്കുക, നിൻ കുഞ്ഞു വിരലുകൾക്കൊരിക്കലും കൂട്ടായി വന്നില്ല, അറിയാതെയല്ല അറിയാഞ്ഞിട്ടാണ്. അക്ഷരക്കൂട്ടത്തിൻ വെട്ടവും വഴികളും ഇന്നും ഈ അമ്മയ്ക്ക് അന്യമല്ലോ. അമ്മ പറഞ്ഞു, ഞാൻ അച്ഛൻ പറയാനുള്ളത്, നിൻ കുഞ്ഞിളം കൈകളിൽ വെച്ചു തന്നില്ലൊരിക്കലും ഒരു കുഞ്ഞു കളിപ്പാട്ടവും, പകരം വെച്ചതോ ഞാറ്റുമുടികളും നെൽക്കതിർക്കറ്റയും. എങ്കിലും നിൻ കുഞ്ഞു ചുമലിലേറ്റിയ ഭാരം അച്ഛനിന്നും ചുമക്കുന്നു വ്യതയിൽ. അച്ഛൻ പറഞ്ഞു, നീ അമ്മയ്ക്കും അച്ഛനും ഒരുമിച്ചൊരു കാര്യം പറയാനുണ്ട്. മണ്ണിൻ്റെ മണം മാത്രമുണ്ടു, മണ്ണിൻ്റെ മണം മാത്രമുണ്ടു, രാപ്പകൽ മല്ലിട്ടു താരാട്ടോ തലോടലോ മക്കൾക്കായോർത്തില്ല ഞങ്ങൾ.
ഓർത്തതിത്ര ഓർത്തതിത്ര പുത്തരിയുണ്ണുന്ന നാട്ടിൽ മക്കൾ വിശപ്പെന്തെന്നറിയരുതൊരിക്കലും. അമ്മയ്ക്കും അച്ഛനൊക്കെ പറയാനുള്ളത് പറഞ്ഞു. ഇനി മകൻ എന്താ പറയാനുള്ളത്? അതിൻ്റെ ഒരു മറുപുറമാണ്. ഇത് പ്രിന്റ് ചെയ്ത് വന്നപ്പോഴും അതിൻ്റെ മറുപുറത്താണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. മകൻ പറയാനുള്ളത് നോക്കാം. അമ്മയല്ല ആദ്യം തുടങ്ങിയത്, അപ്പം അമ്മയ്ക്കുള്ള ഒരു മറുപടി തന്നെ ആയിക്കോട്ടെ ആദ്യം. അമ്മ തന്നമ്മിഞ്ഞ പാലിൽ വളർന്നതും മടിയിലൊളിപ്പിച്ചു തന്നൊരാ മധുരമിഠായിയും ബാലാരിഷ്ടകളത്രയും മാറിൽ ചുമന്നതും അന്നുമിന്നും അറിയുന്നു അമ്മേ അരുതരുതീയാചന. ഓക്കുവയിലൊത്ത് ഞാറ്റുമുടികൾ എണ്ണിക്കളിച്ചു പഠിച്ചൊരു ബാല്യം പഠിപ്പിച്ചേറെ മണ്ണിളക്കുന്ന മണ്ണിരകളും കൂടുകൂട്ടുന്ന കുരുവികളും. പണിയെടുക്കട്ടെയവൻ എങ്കിലേ പണിയിക്കാൻ പഠിക്കൂ. ആരോടോ ചൊല്ലുന്ന അച്ഛൻ്റെ വാക്കിനെ നമിക്കട്ടെ ഇന്നും. എന്തിനു ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, എന്തിനു ജീവിക്കണം, എങ്ങനെ ജീവിക്കണം ഒരു പാഠപുസ്തകത്തിലും കണ്ടില്ല ഇത്ര നാൾ. കണ്ടതത്രയും കൺമുന്നിൽ ഉരുക്കിയെഴുതിയൊരപൂർവ ഗ്രന്ഥം അച്ഛനും അമ്മയും. നമസ്കാരം.